എന്തല്ല ഇപ്പൊ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എലക്ഷൻ അടുക്കുമ്പോഴത്തേക്ക് ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരു 6 മാസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് ആവശ്യമായ ഒരു ചർച്ചയും മുന്നോട്ട് വരുന്നില്ല, ഒരു കാര്യങ്ങളൊന്നും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നില്ല. സത്യം, കോടികളുടെ അഴിമതി ശബരിമല മാത്രം നടന്നു. ശബരിമലക്ക് ഒരു തിരിച്ചുവരവില്ല, രാഹുൽ മാത്രം. അല്ല, ഇതിപ്പോ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു എന്താ പറയാ ഒരു പോക്ക്, രാഷ്ട്രീയത്തിന്റെ പോക്ക് അതൊരു വല്ലാത്ത കഷ്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ വാർത്താ ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തുള്ള എന്താ പറയുക സാധാരണക്കാർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ വാർത്താ ചാനലുകൾ എന്ന് പറയുന്നത്, മീഡിയ പത്രം എന്ന് പറഞ്ഞത്. അത് ദൃശ്യ മീഡിയ ആയാലും ശരി, പ്രിന്റഡ് മീഡിയ ആയാലും ശരി. അല്ലാതെ പോലീസിന്റെ പണിയാണോ അല്ലെങ്കിൽ കളക്ടറുടെ പണിയാണോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതികളുടെ പരിപാടിയാണോ ഇവരെടുക്കേണ്ടത്? മീഡിയക്കാര് എല്ലാം തീരുമാനം. ഉച്ചക്ക് പോയതും ന്യൂസ് ഇങ്ങനെ കണ്ട്, ഇത് കളക്ടറും കോടതിയും പോലീസും എല്ലാം അവര് തന്നെ, എല്ലാവരും തന്നെ, എല്ലാം മീഡിയ. കാരണം ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മീഡിയ, ഒരു സോഷ്യൽ മീഡിയ പേജ് ഒന്നും ഓപ്പൺ ചെയ്യാൻ വയ്യ, വന്നുകൊണ്ടിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാലേ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട് പോയി, തമിഴ്നാടിൽ നിന്ന് നേരെ ബാംഗ്ലൂരിൽ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോ വയനാട്ടിൽ കാട്ടിലെത്തിയെന്നത്. അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പോലീസ്, കേരള പോലീസ് സിമ്പിളായിട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു കൊറോണ സമയത്ത് കൊറോണ വന്നേ, ഇപ്പോ നിങ്ങളായിട്ട് ആര് ബന്ധപ്പെട്ടു? അടുത്ത് അങ്ങോട്ട് പോയി, അതൊക്കെ പോലെ എത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്തിരുന്നു, കണ്ടുപിടിച്ചിരുന്നു, ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. ആരൊക്കെ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടായി അതൊക്കെ കണ്ടുപിടിച്ചിരുന്നു. കൊറോണ സമയത്ത് ഓലൊക്കെ ക്വാറന്റൈൻ ചെയ്തിരുന്നു. അതെ, അന്ന മാതിരി ഇന്ന് അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള കേരള പോലീസിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കേരള പോലീസിന് നിലവാരം മാത്രമല്ല, ടെക്നോളജി ഇത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട്. വണ്ടികളിൽ GPS, മൊബൈലിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും, എന്നിട്ട് കഴിയുന്നില്ല. അത്ര ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന ഒരു പയ്യനെ എന്തോ വളരെ ഒരു ചെറിയൊരു കാരണത്താൽ താമസിക്കുന്ന വീടിന്റെ റൂമിന്റെ ഡോർ ചവിട്ടി പൊളിക്കുക, എന്നിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇനി അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതല്ല, മീഡിയക്കാരുടെ ഇപ്പത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന ഒരു ഞാൻ കാണിച്ചുതരാം, നിങ്ങൾ കാണുക, അതിന്റെ ആ ഒരു സ്പിരിറ്റിലാണ് ഇവരിപ്പോ കാര്യങ്ങൾ രാഹുലിന് വഴി തുറക്കുകയാണ്. നാണം കെട്ടി പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. ഒപ്പം കേസിന്റെ കാര്യത്തിൽ, അന്വേഷണത്തിന്റെ കാര്യത്തിൽ അറസ്റ്റ് പോലും തടയുന്നില്ല. ഇനി കീഴടങ്ങലാണോ പോലീസ് ഓടിച്ചിട്ട് പിടിക്കലാണോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇതാണ് കമന്ററി നോക്കുന്നത്.